ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. ഞാൻ മേലെ തുണികളൊക്കെ എടുത്തിട്ട് വരുന്ന വഴിയാണ്. കുറേ ചെമ്പരത്തിപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഡേ ടൈം വ്ളോഗിൽ ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പി ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂട്ടിയിട്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ നോക്കി ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് താഴെ ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നത്. അപ്പോൾ പതിവ് പോലെ കാളയും കൊണ്ട് അവർ വന്നതായിരുന്നു കേട്ടോ. അതിനെ തൊട്ട് വന്നിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പിക്കും അത് പോയിട്ട് ചെയ്തു. തനുവിന് ചെറിയ പേടിയുള്ള കാരണം കൊണ്ട് അവൾ ചെയ്തില്ല. അവൾ അടുത്തൊക്കെ ഒന്ന് പോയി നിന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അവർ അതിനൊന്ന് തൊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളൊരു പാട്ട് അവർക്ക് പാടി കൊടുത്തു. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നല്ലതായിരുന്നു കേട്ടോ കേൾക്കാനൊക്കെ ആയിട്ട്. ആ കാള ഭയങ്കര അനുസരണയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മളെ അങ്ങനെ ഉപദ്രവിക്കുമോയെന്നുള്ള പേടിയൊന്നും വേണ്ട, പാവമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ നമസ്തേ ചൊല്ലിയിട്ട് അവർ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വേഗം വീട്ടിലേക്ക് കയറി. എനിക്കിന്ന് ഇച്ചിരി പണിയുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തനുക്കുട്ടിയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ചീപ്പും പിന്നെ കത്രികയൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഫ്രണ്ടിൽ മാത്രം ഒന്ന് വെട്ടി കൊടുക്കാനാണ്. കണ്ണിലേക്ക് വരുന്ന ഒരു കുറച്ച് മുടി അത് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനാണ്. കാരണം അവൾക്ക് മുടി വളർത്തണമെന്ന് ഒരാഗ്രഹം. കുറേ മുടി വേണം അമ്മ എന്ന് എപ്പോഴും പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഫ്രണ്ടിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ്, കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെ അനുസരണയോട് കൂടിയിട്ടിരിക്കുന്ന ആളൊന്നല്ല, ഭയങ്കര പേടിയാണ്. അപ്പോൾ കുറച്ച് വെട്ടിയാൽ മതി എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പം ഞാൻ പതുക്കെ ഒരു ലെവല് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങി പോയാൽ ഒരുപാട് മുടി പോവും. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് അതൊന്ന് ഞാൻ ചെയ്തെടുക്കുവാണ്. ഇന്ന് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അവൻ വന്നിട്ട് ഞാൻ പിടിച്ചു തരട്ടെ അമ്മേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. അവനും കൂടിയും അതിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ തടയാൻ നിന്നില്ല, ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എഡിറ്റിങ്ങിന് ശരിയാക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ആക്ച്വലി ഞാനിവിടെ ഇരുന്ന് മുടി വെട്ടുന്ന കാരണം കൊണ്ട് ഇവൻ ഇങ്ങനെ സൂം ചെയ്യുന്നതും ചരിക്കുന്നതും പിടിക്കുന്നതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അവൻ ചെറിയ കുട്ടിയാണ്, അവൻ അറിയുന്ന പോലെ അവൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മുടിയൊക്കെ ഫ്രണ്ടിൽ ഞാൻ വെട്ടിയിട്ടിട്ട് കഴിഞ്ഞു. ഹെയർ കട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറയുടെ മുന്നിലൊന്ന് ഇരുത്താൻ നന്നേ പാടുപെട്ടു. പിന്നെ രണ്ടുപേരുടെയും കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടാണ് ഞാൻ അവരെ ഒന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് കേട്ടോ. അപ്പോൾ ഒരു മാമാട്ടിക്കുട്ടിമ്മ സ്റ്റൈലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പം പാർലറിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോവിഡ് വന്നതിന് ശേഷം ഈ വീട്ടിലത്തെ ബാർബർ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാനത് ഒരു വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ തന്നെ കുട്ടി ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ചു. പിന്നെ ഞാൻ രണ്ടുപേരെയും കുളിപ്പിക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണാം. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തനുക്കുട്ടിക്ക് ഉറക്കം വന്നു. അപ്പം ഞാൻ അവളെ കൊണ്ടുപോയി കെടുത്തി ഉറക്കി. അതിനൊക്കെ ശേഷമാണ് ബാക്കി വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 3-3:30 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ചായക്ക് ഒരു കടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ഡിഫറൻസ് ഇന്ന് ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കപ്പ്
കപ്പോളം മൈദമാവ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം നല്ല മണമുള്ള ഏലക്കായയുടെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുവാണ്, 1 സ്പൂണോളം ഹണി, അതായത് നമ്മുടെ നല്ല തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം നിങ്ങളെവിടെയും കാണാൻ സാധ്യതയില്ല. ഇത് ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു 1-2 സ്പൂണോളം പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴംപൊരിയുടെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവാനും നല്ല ഫ്ലഫി ആയിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇത് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് ചിലപ്പോൾ വെള്ളം കൂടിപ്പോയി ആകെ കൊളായി മാറും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടെക്സ്ചറായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് ഇതിനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മുക്കിയിട്ട് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ തിക്നെസ് കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ. എന്നിട്ട് പിന്നെ ഇച്ചിരി കൂടി തിക്നെസ് വേണം തോന്നുവാണെങ്കിൽ ഞാൻ ഇച്ചിരിക്കോളം മൈദയും കൂടി ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഞാൻ ഒരു നുള്ളോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഒന്ന് പൊന്തിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലയെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. പിന്നെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പഴംപൊരി കിട്ടണം വേണ്ടിയിട്ടാണ് നമ്മളൊരു നുള്ളോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ തിക്നെസ് കറക്റ്റ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മുടെ ബാറ്ററി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ നല്ല ആഴത്തിലുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഓയിലായാലും വെളിച്ചെണ്ണയായാലും ഒരു പ്രശ്നവുമില്ല, രണ്ടിലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളിച്ചെണ്ണയാവുമ്പോൾ ഇച്ചിരി കൂടി കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാം ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ട് വരണം. ചൂടാവും മുന്നേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഭയങ്കര ഹാർഡായിട്ട് മാറും. ഒരിക്കലും അത് ടേസ്റ്റ് കിട്ടില്ല. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എണ്ണയൊക്കെ നല്ല അസലായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററിൽ മുക്കിയിട്ട് പഴം ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അധികം തിക്ക് കൂട്ടി ഇടാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. എന്നാലാണ് അത് നന്നായിട്ട് പാകത്തിന് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പഴമൊക്കെ കണ്ടോ നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊന്തി മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മളുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണ് എന്നാണ്. നമ്മുടെ പഴംപൊരിയൊക്കെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട്, ഇതിനെ കയ്യിൽ എന്നല്ല പറയുക, ടോങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചിടാനും മറിച്ചിടാനും എടുക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ പഴംപൊരിയുടെ മേലേക്ക് കുറേശ്ശെ എണ്ണ തെളിച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വേറൊരു പഴം കൂടി മുക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയൊക്കെ റെഡിയായി. ഞാനിത് കോരി മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ കുറച്ച് അതിൽ തന്നെ കളഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് കേട്ടോ ഞാൻ മാറ്റാനായിട്ട് പോകുന്നത്. നമ്മുടെ പഴംപൊരി നല്ല സൂപ്പർ കളറും നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിലൊന്ന് പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കി നല്ലൊരു ചായ ഇട്ടിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം. See you on my next video. Till then, bye bye. Take care.